ഹായ്, എൻ്റെ പേര് സുരേഷ് സി കെ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് രണ്ട് റെസിപ്പിയുടെ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒരു ബീഫ് കറി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പെപ്പർ ചിക്കൻ്റെ ഡിഷാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഉപ്പ് ആവശ്യത്തിന്, കടുക്, തക്കാളി ചോപ്പ് ചെയ്തത് 2 എണ്ണം, സവോള ചോപ്പ് ചെയ്തത് 3 എണ്ണം, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയില ചോപ്പ് ചെയ്തത്, ചിക്കൻ 1/2 കിലോ, പെരിഞ്ജീരകം പൊടിച്ചത്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കരിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ. ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അടുപ്പ് കത്തിക്കാം. ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടായി നല്ല ചൂടായ ശേഷം നമുക്ക് കടുകിടാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എന്നിവ ഇടുകയാണ്. ഇത് ചെറുതായിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളൊരു 2 സ്പൂണ് ഇടുകയാണ്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. ഇനിയിപ്പോൾ 2 പച്ചമുളക് ഇടുകയാണ്. അത് കഴിഞ്ഞ് 2 തണ്ട് കരിവേപ്പില ഇടുകയാണ്. ഇത് ചെറുതായിട്ട് നല്ലപോലെ മൂക്കണം. ഇനിയിപ്പോൾ മൂത്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ചെറിയ പച്ചപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ള പച്ചപ്പൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് സവോള ചോപ്പ് ചെയ്ത് ഒരു 3 സവോള വേണം 1/2 കിലോ കോഴിക്ക്. എന്നാലേ കുറച്ച് ഗ്രേവിയായിട്ട് കാണത്തുള്ളൂ. സവോള ചോപ്പ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. ഇതിന് നല്ലപോലെ വാടി വേണം. വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മസാലകൾ ചേർക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വെറൈറ്റി ഡിഷുകൾ അടുത്ത് ഇടുന്നതായിരിക്കും. ഇപ്പോൾ സവോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ വാടിയാലേ കറിക്ക് ഒരു നല്ല ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂക്കുന്ന അത് വന്നിട്ടുണ്ട്. നല്ല സവോളൊക്കെ വാടിയ നല്ലൊരു മണം വന്നിട്ടുണ്ട്. സവോളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ വേണം.
പിന്നെ നമ്മളെ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, ഇത് നല്ലപോലെ ഒന്ന് ഇളക്കുക. മസാലയ്ക്ക് ചെറുതായിട്ടൊന്ന് മൂക്കണം, എന്നാലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ തക്കാളി ചോപ്പ് 2 പറഞ്ഞത് അതിടുക. 2 തക്കാളി ചോപ്പ് ഇടുക. ഇത് നല്ല 2 മിനിറ്റിലൊന്ന് നല്ലപോലെ സോട്ട് ചെയ്യണം, എന്നാലും തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറത്തുള്ളൂ. ഒരു ലേശം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളാണ്. ഇതാണ് എപ്പോഴും പെപ്പർ ചിക്കന് നല്ലത്, കാരണം അവർക്ക് നല്ല മസാല പിടിക്കാനൊക്കെ. നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊന്ന് വേകാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഗ്രേവിയൊക്കെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു നല്ല അടപ്പ് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യമുള്ള വെള്ളം മതി, കാരണം ചിക്കനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങും. ഒത്തിരി ഗ്രേവിയായിട്ട് നമ്മളൊരു ഡ്രൈ ഡിഷാണ്. ഇത് ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല കുറുകി ഗ്രേവിയൊക്കെ നല്ല ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഗ്രേവി ചിക്കൻ പെപ്പർ ചിക്കൻ മാറ്റാം. ഇത് ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ നല്ലപോലെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഗ്രേവിക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഓയിലൊക്കെ തെളിഞ്ഞ് ഇതിന് ഗാർണിഷായിട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.